ഞാൻ ടൂർ പോയി വന്നേ ഉള്ളൂ, എത്തിയുള്ളൂ ഇന്ന് രാവിലെ. അപ്പോൾ 2-3 ദിവസം ഒന്നും അയക്കാനും പറ്റിയില്ല. എനിക്ക് അയക്കാൻ അറിയില്ല. ഞാൻ പണിയെടുക്കുന്ന വീട്ടിലെ ചേച്ചിയാണ് എന്നെ സഹായിക്കുന്നത്. അത് കാരണം അവർ ചേച്ചിൻ്റെ കയ്യിലാണ് ഇപ്പോൾ വന്ന് എത്തിയുള്ളൂ. ഞാൻ വന്നെത്തിയത് ഇങ്ങനെ പണിക്കാണ്. ടൂറൊക്കെ ഹാപ്പി ആയിരുന്നു? ഓ, ഹാപ്പി ആയിരുന്നു. കുറേ ഒത്തിരി സമാധാനമുണ്ട് മനസ്സിനൊക്കെ. അത് മുഖത്ത് അറിയുന്നുണ്ട്. ടെൻഷനൊക്കെ മാറി. മുഖത്ത് അറിയുന്നുണ്ട്. ടെൻഷനൊക്കെ മാറി ഒത്തിരി സമാധാനമുണ്ട്. നല്ല ഫ്രീ ആയി പോലെയുണ്ട്. മക്കളൊക്കെ ഓ, കൊണ്ടുപോയി. മക്കളുണ്ട്. അനിയത്തിൻ്റെ 2 മക്കളും കൂടി വന്നു. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ഒരു ബസ് 10-45 ആളുണ്ടായിരുന്നു. എല്ലാവരും കൂടി കുടുംബം പോലെ പോയി വന്നു. കുറേ സ്ഥലങ്ങൾ പോയി. ഇനി അടുത്ത കൊല്ലം, ഇനി അടുത്ത വർഷം. എങ്ങനെയാണ് നിങ്ങൾ ടൂറ് പ്ലാൻ ചെയ്യുക? ടൂർ ഫണ്ട് വെക്കും. ആഴ്ചക്കോ അതോ ആഴ്ചയിൽ ഒരു 100 അടച്ചു കൊടുത്തിട്ട് നമുക്ക് അതിനുള്ള വരുമാനം കണ്ട് പിന്നെ കുറച്ച് പൈസ കയ്യിൽ നിന്ന് എടുത്താൽ മതി. അത്ര തന്നെ കിട്ടുന്ന കുഴപ്പമില്ല. കിട്ടുന്ന പൈസ കൊണ്ട് അങ്ങനെ പോകും. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ശാരീരിക പ്രശ്നങ്ങളുണ്ടല്ലോ, എന്തൊക്കെയാണ് നിങ്ങളുടെ? ഷുഗർ ഉണ്ട്, തൈറോയ്ഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ പ്രശ്നങ്ങളുണ്ട്. കൈ കാല് വേദന എല്ലാം ഉണ്ട്. അതുകൊണ്ടൊക്കെ പോയി ഹാപ്പി ആയിട്ട് വന്നു. ഷുഗറിന് എത്ര നേരം മരുന്ന് കഴിക്കും? 2 നേരവും മരുന്ന് കഴിക്കുന്നുണ്ട്. 2 നേരവും കഴിക്കുന്നുണ്ട്. തൈറോയിഡിന് കഴിക്കുന്നുണ്ട്. 2 അല്ല 3 നേരം കഴിക്കില്ലേ? 3 നേരം മരുന്ന്. അതെന്താ 2 നേരം സ്വയം ആക്കിയതാ? 2 നേരം ഇപ്പൊ കഴിക്കാൻ പറ്റിയുള്ളൂ. ഒരാഴ്ചയായി 2 നേരമാണ്. അപ്പൊ ഷുഗർ ചെക്ക് ചെയ്യേണ്ടി വരുമല്ലോ. അതെ, അവിടെ പോയി ഇത്തിരി ജ്യൂസൊക്കെ കുടിച്ചു. എന്നാ പിന്നെ മിക്കവാറും പിന്നെയും മക്കളൊക്കെ ഒത്തിരി അവിടെ മൈസൂർപ്പാക്ക്. അപ്പം എന്തായാലും കുറച്ച് കൂടി. അപ്പൊ പിന്നെ 3 നേരം മരുന്ന് കഴിക്കണേ, കുറയ്ക്കാൻ പാടില്ല. 3 നേരം കഴിക്കണം. ഇനിയിപ്പോ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തേണ്ടി വരും. പോണതിന് മുമ്പ് നടത്തിയാ? ഓ, ഇല്ല. അപ്പൊ അതാ പോയി വന്നിട്ട് ഒന്ന് പിന്നെ ഗുളിക സ്വയം ഒന്ന് കുറയ്ക്കുകയും ചെയ്തു. പിന്നെ കുറച്ച് ജ്യൂസും കഴിക്കുകയും ചെയ്തു. അത് മിക്കവാറും ഒരു ടെസ്റ്റിന് സമയമായി എന്നർത്ഥം. വിചാരിക്കുക. പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും കമന്റ് ചെയ്താൽ അതിന് റിപ്ലൈ ചെയ്യാൻ അറിയില്ല. എനിക്ക് ചെയ്യാൻ അറിയണില്ല. ആരെങ്കിലും വേണം ചെയ്തു തരാൻ. ആരെങ്കിലും ചെയ്തു തരണം. ഞാൻ വരുന്ന ആ ചേച്ചിയാണ്. ഞാൻ അവരുടെ വീട്ടിലാണ് വരുന്നത്. ആ ചേച്ചിയാണ് എന്നെ എല്ലാം സഹായിക്കുന്നത്. സന്തോഷമായല്ലോ? സന്തോഷം. ശരി.